ഞാൻ 5 പാട്ട് പാടിയിട്ടുണ്ട് പ്രേമത്തിൽ, 7 പാട്ട് എഴുതി. ആലുവ പുഴയുടെ തീരത്ത് നിങ്ങളാണ് എഴുതിയെന്നുള്ളത് പലർക്കും അറിയില്ല സത്യം പറഞ്ഞേ. ആലുവ പുഴയുടെ തീരത്ത് മലയാളികൾക്ക് അറിഞ്ഞൂടാന്ന് പറയുന്ന ഒരു സങ്കടം ഉണ്ട് കേട്ടോ. നിങ്ങൾ ആക്ടർ ആയതിന്റെ ചില പ്രശ്നങ്ങൾ വളരെ ന്യൂനപക്ഷം. മറ്റേ പിസ്ത സോങ് ഒക്കെ എല്ലാവർക്കും അറിയാം. അയ്യോ കേട്ടേണ്ട പൊള്ളി, ഒരു രക്ഷയില്ല പിസ്ത. ഡബിൾ ബാരലില് മറ്റേ കടുക് വറുത്തൊരു സാധനം. ഇത് മാത്രം റീല് കട്ട് ചെയ്ത് കുറെ ഓടിക്കണം കേട്ടോ. ഞാൻ കല്യാണം കഴിക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അശ്വിനി എന്നാണ് പറയുന്നത്. അശ്വിനി ആർട്ട് ഡയറക്ടറാണ് ആവേശത്തിന്റെ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരു പ്രൊമോഷൻ അശ്വിനി. അപ്പോ വേണ്ടി കല്യാണം കഴിച്ചിട്ട് ഇടി കിട്ടായിരിക്കാം. ഈ മീശ എന്താ ഇങ്ങനെ മൈത്രേൻ പഠിക്കുക? ഹൽക്കോകനായിരുന്നു ശരിക്കും മനസ്സിലുണ്ടായിരുന്നു. റാംചിറ പോലെ ആയോന്ന് എനിക്ക് സംശയമുണ്ട്. എന്നെ ഒരു പട്ടിക്കും മനസ്സിലാവുന്നില്ല. അവരെന്നോട് പറയാ, മോളെന്താ ഇങ്ങനെ ഇരിക്കണത്, എന്താ മുടിയൊക്കെ ഇങ്ങനെ ചപ്രാച്ചിരിക്കുന്നത്, സീതയായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ പൊട്ട് വെക്കാത്തത്. അപ്പൊ അവരാലോചിക്കുന്നത് ഈ പെണ്ണെന്തിന് ഈ അനാഥയുടെ കൂടെ നടക്കുന്നേന്നുള്ള. ഇച്ചിരി ആക്രാന്തം കണ്ണിലുണ്ട്, പക്ഷെ മുഖത്തൊന്നും കാണിക്കുന്നില്ല. ഇവന്റെ കൊതിയായിരുന്നല്ലോ അതെ. കട്ടെടുക്കാന്നുള്ളത്. ഇവന്റെ അടുത്തുനിന്ന് ഇവളെ കട്ടെടുക്കുക എന്നുള്ളതാണ് എന്റെ കൊതി. ബിരിയാണി കഴിക്കുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് ഉള്ളത്. എന്താ അടുത്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ല, പക്ഷെ ഈ മനുഷ്യന്റെ മുഖത്ത് അടുത്തൊരു പ്ലാൻ ഉള്ളത് പോലെ. രണ്ടാമത് ഞാൻ വിചാരിച്ചതിൽ ഈ പെണ്ണിനെ വിറ്റതിന്റെ ഒരു റിഗ്രറ്റ് ഉണ്ടോ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മളിന്ന് സിനിമ ചർച്ച ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും പരമപുച്ഛ. എടേ വല്ല പണിയെടുത്ത് ജീവിക്കാനുള്ള പരിപാടി നോക്കണേ. അതുകൊണ്ട് ഫസ്റ്റ് പോസ്റ്റർ, നേരത്തിന്റെ പോസ്റ്റർ നമ്മൾ അവിടെ വിട്ടു. ഉന്മാദിയായ ഈ സിനിമ കണ്ടിട്ട് കുറെ ചോദ്യങ്ങളായി. സ്വാസിക എന്ന ഉന്മാദിയെ കാണാൻ നിങ്ങൾ ഈ സിനിമ കണ്ടേ പറ്റും. 2019 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ വാസന്തിയുടെ വിശേഷങ്ങളുമായി ക്രൂ ഉണ്ട്. പ്രൊഡ്യൂസർ കൂടിയായ സിജു വിൽസൺ. പ്രൊഡ്യൂസർ ആയത് എങ്ങനെയാണെന്ന് ഇവർ കഥ പറഞ്ഞു കേട്ടോ, പിന്നെ പറയും. ക്യാരക്ടർ റോളിന് അവാർഡ് കിട്ടിയിട്ടുള്ള സ്വാസികയുണ്ട്. ഹായ് സ്വാസിക. ശബരീഷ് ഉണ്ട്. ശബരീഷെ, ആ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എന്താണ് ക്യാരക്ടർ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. എങ്ങനെ സാധിക്കുന്നു? കഥാപാത്രം കള്ളനാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഒന്ന് ചന്തു എന്ന് പറഞ്ഞ ക്യാരക്ടർ കള്ളനാണ് ബേസിക്കലി. പിന്നെ ഒരു ചെറിയ കോഴി എന്ന് പറയാണ്ടിരിക്കാൻ വേറെ എന്തെങ്കിലും പറയാന്ന് കോഴിക്കളം അല്ല, അത് ഈ തെറ്റിദ്ധരിച്ചോട്ടെ. പടത്തിന്റെ മീറ്ററായിട്ട് ചേരൂല ആ വാക്ക്. സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ പടത്തിലെ ക്യാരക്ടറെ കുറിച്ച് പറയാ കോഴി എന്നൊക്കെ. അതെ അതെ അതെ. പക്ഷെ എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ആ ഫസ്റ്റില് പെൺകുട്ടിയുടെ വീട്ടിനകത്തേക്ക് വരുന്ന സീനകത്ത് മീറ്റർ എങ്ങനെയാണ് ഫിക്സ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അയാൾക്ക് അത്രയും ധൈര്യം എവിടെ നിന്നാ കിട്ടിയേ? എങ്ങനെയാ ധൈര്യം ഫിക്സ് ചെയ്യുക? അതായത് ഈ ചന്തു എന്ന് പറഞ്ഞ ആള് കള്ളനാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷെ ഇയാളുടെ മുറി കാണിക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. അതൊക്കെ പുള്ളി മോഷ്ടിച്ച സാധനങ്ങളാണ്. അതൊക്കെ ഒരു ആന്റിക്, അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ എസ്തെറ്റിക്കലി രസമുള്ള ഒരു കാര്യം. അപ്പോ ഭംഗിയുള്ള സാധനങ്ങൾ കണ്ട പുള്ളിക്ക് വേണം. ഓ, അങ്ങനെയാണ് ഈ ഭംഗിയിലേക്ക് എത്തണത്. അങ്ങനെയാണ് വാസന്തിയെ എങ്ങനെയെങ്കിലും പുള്ളിക്ക് വേണം. അതെ അതെ. സിനിമാറ്റോഗ്രാഫർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കണം. ഭയങ്കര രസമുള്ള സാധനം. വാസന്തിയുടെ ഒരു നോട്ടമുണ്ട്, ഈ അതായത് താല്പര്യത്തോടു കൂടി ഒരു നോട്ടമുണ്ട്. ഈ നോട്ടത്തിനകത്ത് വെച്ചേക്കുന്ന ഒരു ഫ്രെയിം ഉണ്ട്, സൂപ്പർ. അധികം ലൈറ്റ് ഒന്നും ഇല്ലെന്നറിയാം, പക്ഷെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾക്കൊരു അപ്രീസിയേഷൻ കൊടുക്കണമെന്ന് വിചാരിച്ചു. സൂപ്പർ എന്നാ സൂപ്പർ. ഓ, അഭിലാഷും അതെ. അതേപോലെ സൗണ്ട് ഡിസൈനർ ഞാൻ ഒരാളാണ്, നമ്മുടെ രാജേഷ് മുരുകേഷ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ആ വനത്തിനകത്തേക്ക് ആദ്യം കയറി പോകുന്ന സമയത്ത് ഒരു വെറുതെ ഇങ്ങനെ തമാശയ്ക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ കളിയായിട്ട് ഇലയൊക്കെ പൊട്ടിച്ചിട്ട് പോകൂലേ, ആ ഇല പൊട്ടിക്കുമ്പോൾ ആ പൊട്ടുന്ന ശബ്ദം ഇല്ലേ, ഇങ്ങനെ പൊട്ടി വരുന്ന ശബ്ദം, അത് കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് തോന്നിയതാണ്. അടിച്ചിട്ട് ഒന്നുകൂടെ കണ്ടു, അത് പൊട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വൈഡ് ഷോട്ടിൽ ആ സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിച്ച അയാളുടെ ഒരു മനസ്സില്ലേ. ഈ പെങ്കൊച്ചിന്റെ കാലിന്റെ കൊലുസും ഒക്കെ ഉണ്ട്, ആ വനത്തിന്റെ ആംബിയൻസ് ഉണ്ട്, അതിനിടയ്ക്ക് നിന്നിട്ട് ഈ സാധനം പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സൂപ്പർ പരിപാടി, സൂപ്പർ പരിപാടി. പ്രൊഡ്യൂസറെ, നിങ്ങൾ പ്രൊഡ്യൂസറായത് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചതാണ് ഇവരെന്നാണ് പറയുന്നത്. അതായത് ആരെ ശരിക്കും എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്? ആക്ച്വലി റഹ്മാൻ ബ്രദേഴ്സ്, ഷിനോസ് റഹ്മാനും സജാസ് റഹ്മാൻ അവർ ചെയ്ത കളിപ്പാട്ടക്കാരൻ എന്ന് പറഞ്ഞ ഒരു ടോയ് മേക്കർ ആദ്യം ചെയ്തൊരു മൂവിയായിരുന്നു. അപ്പൊ അത്
നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇവിടെ ഭയങ്കര പോപ്പുലർ ആവുന്നതിന് മുമ്പേ ആ സമയത്ത് അവരുടെ കളിപ്പാട്ടക്കാരൻ നെറ്റ്ഫ്ലിക്സിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ എടുത്തിട്ടുണ്ടായിരുന്നു, ഇത്ര ടൈമിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു എമൗണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ടിൽ നിന്ന് തുടങ്ങിയ ജേണിയാണത്. അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വാസന്തി ഷൂട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് രണ്ടാം ദിവസം തീർന്നു. അത് രണ്ടാം ദിവസം തീർന്നു. അതെ, രണ്ടാം ദിവസം തീർന്നു. അപ്പൊ അങ്ങനെ കിട്ടിയ കുറച്ച് കാശ് വെച്ചിട്ടാണ് അവരിങ്ങനെ പതി തുടങ്ങി. പിന്നെ അവരുടെ ഫ്രണ്ട്സ് ഉണ്ട്, ജദീർ ആൻഡ് രതീഷ് എന്ന് പറഞ്ഞിട്ട് ഷിനുവിന്റെ ഒക്കെ ഫ്രണ്ട്, ഞങ്ങളും അറിയുന്നവരാണ്, ഒരുമിച്ച് പഠിച്ചതും ഒക്കെയാണ്. ഇവരും കുറെ സഹായിച്ചു സിനിമ ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട്. ഇതിനിടയിൽ ഞങ്ങൾക്ക് ഉദ്ഘാടനങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഇനോഗ്രേഷൻസിനൊക്കെ പോകുമ്പോൾ കാശ് കിട്ടും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാശ് കിട്ടുന്നതൊക്കെ കൊണ്ടു കൊടുക്കും. ഷറഫ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അൽഫോൺസ് അതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇവൾക്ക് അറിയില്ല. പക്ഷെ ഇവള് ഫ്രീ ആയിട്ട് വന്നിട്ട് അഭിനയിക്കുകയായിരുന്നു. അതെ, കഥാപാത്രം ഇഷ്ടപ്പെട്ടിട്ട്. ഞങ്ങള് കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരുമിച്ച്. അപ്പം നമ്മൾ ആ സമയത്ത് വാസന്തി എന്ന് പറയുന്ന സ്ക്രീൻ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ട്രസ് ആരെ വേണം എന്നുള്ള ഇങ്ങനെ ആലോചനയിലായിരുന്നു. അപ്പം ഞാനാണ് പറയുന്നത് ഇങ്ങനെ ശ്വാസിക എങ്ങനെ ഉണ്ടാവും നോക്കുന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സെലക്ഷൻ. അപ്പൊ അവർക്കും വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്കെ ആപ്റ്റായിട്ടുള്ള ഫീൽ തോന്നി. അങ്ങനെ ഷറഫ്, അൽഫോൺസ് ഇവരെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ മുമ്പോട്ട് പോകാനായിട്ട്. അങ്ങനെ ഒരു ഫൈനൽ സംഭവത്തിലേക്ക് എത്തി. ഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ടേക്ക് ഓവർ ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിലൊരു എപ്പോഴും ഒരു സിനിമ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്താനായിട്ട് നന്നായിരിക്കും. അപ്പോൾ അങ്ങനൊരു തീരുമാനത്തിന്റെ പേരിൽ എനിക്കും പ്രൊഡക്ഷൻ തുടങ്ങുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഫാദറിന്റെ പേരിലാണ് ഞാൻ പ്രൊഡക്ഷൻ തുടങ്ങിയേക്കുന്നത്. ഫാദറായിരുന്നു എനിക്ക്, എൻ്റെ വീട്ടിൽ സിനിമ ഭ്രാന്തുണ്ടായിരുന്നു ഫാദറിന്. അപ്പോൾ ഫാദറിന്റെ പേരിൽ ഒരു പ്രൊഡക്ഷൻ തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് എത്തിയാണ്. ആക്ച്വലി ഇതിൽ വർക്ക് ചെയ്തേക്കുന്ന എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ശബരിയാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി സഹകരിച്ച് ഇങ്ങനൊരു സിനിമ ചെയ്തെടുക്കാനായിട്ട് കൂടെ നിന്നുള്ളതാണ്. എല്ലാവരും തന്നെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പേര് വെച്ചെന്നുള്ളേ ഉള്ളൂ. പൈസ എല്ലാവരും ഇപ്പോൾ കുറേ പേര് ഇറക്കിയിട്ടുണ്ട്. ഒരു അംബ്രല്ല ടേമാണ്. അതെ അതെ അതെ. അതേപോലെ തന്നെ ഈ നിങ്ങളെല്ലാം കുറച്ചുകൂടെ ചെറുപ്പമാണ് അതിനകത്ത്. നല്ല രസമുണ്ട് കാണാൻ. ഈ സ്വാസികയുടെ മുഖത്ത് ആ മുഖക്കുരുക്കൾ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഭയങ്കര രസം. ഇവിടെ എല്ലാ ദിവസം രാവിലെ വരും. എല്ലാ ദിവസം രാവിലെ നിന്നിട്ട് ഷിനു, സജു ചകിരിയെ കൊടുത്തിട്ട് മൊത്തം മേക്കപ്പ് അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് റോ ആയിട്ടുള്ള പരിപാടി പക്ഷെ അത് നല്ല തീരുമാനം. ഒരു ലിബാം പോലും ഇവര് സമ്മതിക്കില്ല. എപ്പോ നോക്കിയാലും ഒരു സോപ്പും പക്ഷെ അതിന് ഗുണമുണ്ടായി. പക്ഷെ നമുക്ക് ആ സമയത്ത് അത് ഓക്കെ ഫീൽ ചെയ്തില്ല. പക്ഷെ പടം കണ്ടപ്പോ കുറെ ആൾക്കാർ അത് പറഞ്ഞു. അതിന്റെ ആ ഒരു അതാണ് അതിന്റെ ഒരു ഭംഗി ആ ക്യാരക്ടറിന്റെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അധികം മേക്കപ്പ് യൂസ് ചെയ്യാറില്ല. കഥാപാത്രത്തിന് അങ്ങനെയാണ്. കാരണം ഇവരൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് ഇവരൊക്കെ എന്റെ പോർഷൻ ഇവരുടെയൊക്കെ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി റഷസ് കാണുന്നുണ്ട്. ഞാൻ ആ സമയത്ത് തൊബാമ എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ട് ഞാൻ ലീൻ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കണം. വണ്ണം കുറച്ച് യങ് ആയിക്കൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഡയറ്റും പരിപാടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്കിന്നൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന അങ്ങനത്തെ രീതിയായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഭയങ്കര ക്യാരക്ടറായിട്ട് പടത്തിനകത്ത് ഇന്നായിട്ടിരിക്കണം. ഞാനിവിടെ സുന്ദര കുട്ടപ്പനായിട്ടിരിക്കണം. എന്ത് ചെയ്യും എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പൊ ഞാൻ ഡെയിലി വീട്ടിൽ നിന്ന് കുളിക്കാതെ ബ്രഷ് മാത്രം ചെയ്തിട്ട് കാരണം ഒരുമിച്ച് അഭിനയിക്കാനുള്ള അടുത്തൊന്നും ബോധം കിടക്കുന്നില്ല. ശബരിയുടെ ഒക്കെ ലുക്ക് ഉണ്ട് കഴിഞ്ഞാൽ മുടിയും നല്ല രസമുണ്ട്. നമ്മളാ കോളനിയിൽ നിന്നുള്ള ആൾക്കാരല്ലെന്ന് പറയില്ല. അപ്പൊ ആ ഒരു സാധനം ഇന്നാവാനായിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മാത്രം മുഴച്ചു വെക്കരുതല്ലോ ഒരു സിനിമയിലെ കഥാപാത്രമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കഥയിലെ കഥാപാത്രമായിട്ട് നിങ്ങൾ അതിനകത്ത് ഇന്നായിട്ടിരിക്കണല്ലോ. ഇവളുടെ സൗന്ദര്യം കുറയ്ക്കാനായിട്ട് ചകിരിയിട്ട് സിജുവിന്റെ ആദ്യം വന്നിട്ട് ഇയാളെ കല്യാണം കഴിച്ചതിന് ശേഷം അവിടെ കൊണ്ടുവരുമ്പോഴാണല്ലോ ഇയാളെ കാണുന്നത്. ആ സമയത്തുള്ള കൊതിയോടുകൂടിയുള്ള നോട്ടം ഉണ്ടോ അതിൽ വെച്ച് കുറച്ചൊരു ആക്രാന്തം കണ്ണിലുണ്ട്, പക്ഷെ മുഖത്തൊന്നും കാണിക്കുന്നില്ല. ഇവന്റെ കൊതിയായിരുന്നല്ലോ ഇവന്റെ അടുത്തുനിന്ന് ഇവളെ കെട്ടെടുക്കുക എന്നുള്ളതാണ് എന്റെ കൊതി. അതിനേക്കാളും വലിയവനാണ് ഞാൻ. അത് പറയുന്നുണ്ട്. അതായത്
പിന്തിരിപ്പിക്കാൻ വേണ്ടിട്ടേ വാസന്തിയെ അതെ അതെ. അവൻ മറ്റേ ഒരു കറുത്ത പെണ്ണിന്റെ വെളുത്ത പെണ്ണിന്റെ ഒക്കെ പുറകെ പോകും. ഇത്രേ ഉള്ളൂ കേട്ടോ, കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ. വേറൊരു പെണ്ണിന്റെ കഥയും ഒരു കൂടെ കൗതുകം. വേറൊരു പെണ്ണിന്റെ കഥയും കൂടെ പറഞ്ഞു ഒഴിവാക്കാൻ വേണ്ടിട്ട്. അതെ അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ടല്ലോ, നൈസായിട്ട് ബാക്കിയുള്ളവനെ തേച്ചിട്ട് ഇത് സ്വന്തമാക്കാം, ഗോളടിക്കാവുന്ന പരിപാടി. അമ്മയുടെ ക്യാരക്ടർ രസമാണ് ചന്തുവിന്റെ. അതെ അത് പക്ഷെ ചന്തുവിന് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന. അതെ അതെ. അവരുടെ നറേഷനിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഇത് നിങ്ങക്ക് വേണമെങ്കിൽ ഞാൻ സഹായം തരാന്ന് പറയുന്നുണ്ട് പെൺകുട്ടിയോട്. അങ്ങനെ അവൻ 2 ദിവസം കഴിയുമ്പോൾ മാറും എന്നുള്ളത് അത് ശരിയായിരുന്നു. ആ ഹോട്ടൽ സീനില്ലേ, അത് ആദ്യം ചോദിക്കാൻ വന്നതാണ്. എന്ന് വെച്ചാൽ ബിരിയാണി കഴിക്കുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് ഉള്ളത്. എന്താ അടുത്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ല, പക്ഷെ ഈ മനുഷ്യന്റെ മുഖത്ത് അടുത്തൊരു പ്ലാൻ ഉള്ളതുപോലെ നമ്മൾ മനസ്സിൽ റീവാച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു പ്ലാൻ ഉള്ളതുപോലെ ഉണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ വിചാരിച്ചതിൽ ഈ പെണ്ണിനെ വിറ്റതിന്റെ ഒരു റിഗ്രറ്റ് ഉണ്ടോ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഏതാണ് ആ സമയത്ത് ആലോചിച്ചതെന്ന് എനിക്ക് എല്ലാം കൂടെ ഉണ്ട്, മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു. റിഗ്രറ്റ് ഇല്ല, റിഗ്രറ്റ് പരിപാടി ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവമാണ് ഇപ്പൊ നമ്മളിപ്പോ കള്ളന്മാരാണെങ്കിലും ചന്തുവിന്റെ ആണെന്നുണ്ടെങ്കിലും സുഖുവിന്റെ ആണെന്നുണ്ടെങ്കിലും എനിക്കിത് സ്വന്തമാക്കണമെന്നുള്ളൊരു ഇത് കഴിഞ്ഞിട്ട് ഇവർ നമ്മൾ കുറേ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, പല ഉത്സവങ്ങൾക്ക് പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്, കറങ്ങി നടക്കുന്നുണ്ട്. അവരുടെ ഒരു എന്താ പറയുക നല്ല സമയം, ഹണിമൂൺ ഫേസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടാവില്ല എല്ലാവർക്കും ഒരുമിച്ച് കഴിയുമ്പോൾ. ആ ടൈം ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നത്. ഇത് കഴിയുമ്പോൾ പൈസ തീർന്നു കയ്യില്. ഒരു കള്ളന്മാരാണല്ലോ പൈസ. ഈ പൈസ തീർന്നു കഴിയുമ്പോൾ വേറെ പണിക്കൊന്നും പോകാനുള്ള മോഷണം നിർത്തണമെന്നും പറയുന്നുണ്ട്. മോഷണം നിർത്തണമെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആദ്യം മറ്റേ ഈ പറയുന്ന നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും താല്പര്യം പോയി കഴിയുമ്പോഴത്തേക്കും മറ്റേ ദേഷ്യമായി തുടങ്ങുമല്ലോ. അപ്പൊ അങ്ങനത്തതും വിശപ്പും ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അന്ന്. മെയിനായിട്ട് വിശപ്പാണ്. പിന്നെ പുള്ളിക്ക് മോഷ്ടിക്കണമെന്നുണ്ട്. അതെ, ജീവിക്കാൻ വേണ്ടി മോഷ്ടിക്കല്ല, മോഷ്ടിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു തൊഴിലാക്കാം, ഇതും കൊള്ളാം, അങ്ങനെ ഒരു സാധ്യത ഉണ്ട് അതിനകത്ത്. അതെ, അതും അതാണല്ലോ മറ്റേ ആൾ അതെ, അങ്ങനെ കുറെ ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോ സിജു പറയുമ്പോഴും എനിക്ക് കൂടുതൽ അതിനകത്തൊരു സാധ്യതയുണ്ട്, ഒരു സമ്മിശ്രം വെക്കാൻ പറ്റും. എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടൂലായിരുന്നിരിക്കാം, പക്ഷെ അത് നല്ല ബ്രില്യൻസ് ആയിരുന്നു. ആലോചിച്ചിരുന്നത് ഇനിയൊന്ന് കുളിക്കും. ബേസിക്കലി എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ അടുത്ത് ഷിനും സജീവൻ പറഞ്ഞ് നല്ല വിശപ്പുണ്ട്. കാരണം കുറേ ദിവസമായിട്ട് ഭക്ഷണവും കഴിക്കാതെ ഇങ്ങനെ അത്രയും ടയേർഡാണ്. നമ്മളെ ഇവിടെ റൂമിലാക്കി കഴിഞ്ഞിട്ട്, വസന്തിനെ റൂമിലാക്കി കഴിഞ്ഞിട്ട് സുഖം ഇറങ്ങി നടക്കുന്ന സമയത്തൊക്കെ മുഖത്തൊക്കെ ആ ടയർഡ്നെസ്സും ക്ഷീണമാണ്. അത് നമ്മള് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ ആലുവ KSRTC സ്റ്റാൻഡിനടുത്താണ് എടുത്തത്. ഗർല ഷൂട്ടായിരുന്നു. ഒന്നത് എന്നെ ഈ ഡ്രസ്സും എന്റെ ഡ്രസ്സൊന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു സജുവിന്റെയും മുകേഷിന്റെ ഒക്കെ സിനിമാറ്റോഗ്രാഫർ മുകേഷ് ഉണ്ട്, അവരുടെയൊക്കെ ഡ്രസ്സൊക്കെയാണ് യൂസ് ചെയ്തത്. കാരണം നല്ല നീറ്റായിട്ടുള്ള ഡ്രസ്സൊന്നും പറ്റില്ല, പേച്ചുള്ളിൽ കൂടി അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നടന്നുകൊണ്ട് ആരും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ ആ കവറൊക്കെ പിടിച്ച്, ബിരിയാണിയുടെ കവറൊക്കെ പിടിച്ച് നടക്കുന്നത് ആലുവ KSRTC സ്റ്റാൻഡ് ഫ്രണ്ടിൽ കൂടിയാണ്. നമ്മളെ മനസ്സിലായില്ലെന്നല്ലേ, ശ്വാസിയുടെ ഭയങ്കര ഫാൻസ് ആണ്. കാരണം ഫാമിലി ഉദയനഗർ കോളനിയിലാണ് നമ്മളെ വീട്, എന്റെ വീട്. അവിടെ ചെന്നപ്പോ എന്താ അവിടുത്തെ അമ്മമാരെല്ലാവരും സീരിയല്. അവിടുത്തെ എനിക്ക് വേറെ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അവരെന്നോട് പറയാ, മോളെന്താ ഇങ്ങനെ ഇരിക്കണത്, എന്താ മുടിയൊക്കെ ഇങ്ങനെ ചപ്രാച്ചിരിക്കുന്നത്, സീതായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ പൊട്ട് വെക്കാത്തതൊക്കെ ചോദിച്ചിട്ട്. അല്ല, ഈ ഉത്സവത്തിന് പോയ സമയത്ത് ഭയങ്കര ഇവിടെ എല്ലാരും റെക്കഗ്നൈസ് ചെയ്തോണ്ടിരിക്കണം. എന്നെ ഒരു പട്ടിക്കും മനസ്സിലാകുന്നില്ല. അപ്പൊ അവരാലോചിക്കുന്നത് ഈ പെണ്ണെന്തിന് ഈ അലവലാളിയുടെ കൂടെ നടക്കുന്നേന്നുള്ള അങ്ങനെയൊന്നും. കാരണം ആ പാട്ടില് കണ്ടില്ല അങ്ങനെ നടക്കുന്നത്. കാരണം അത്രയും റോ ആയിട്ട് നമുക്ക് അത്ര ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നമുക്ക് അങ്ങനെ കുറെ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിട്ട്. ഇതില് ശബരീഷിന്റെ അനുഭവം ഉണ്ടായിരുന്നു. അത് രസമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറെ അമ്മമാരുണ്ട്. ഇപ്പം സ്വാസിയെ കാണാൻ കുറെ അമ്മമാര് വന്നിരുന്നു. അപ്പോൾ ഒരു അമ്മ അവിടെ ഇങ്ങനെ വന്നിങ്ങനെ നോക്കുന്നുണ്ട്. അവര് കുറച്ച് ലൗഡാണ് ആ ക്യാരക്ടർ. അപ്പൊ അവര് ഇങ്ങനെ നോക്കി ഷൂട്ടിങ്ങിനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ അവിടെ ചെന്ന് എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് നോക്കി ഞാൻ ഷൂട്ടിനൊന്ന് ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചു, അവനൊന്ന് വരാമോ. എന്നിട്ട് ഇവര് കരയാൻ തുടങ്ങി. ഇങ്ങനെ മകൻ അതേ ഛായയാണ് എൻ്റെ. മകൻ മരിച്ചുപോയി.
എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി പായസം ഉണ്ടാക്കി തന്നു. അങ്ങനെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതെ, അപ്പൊ അവിടെയുള്ള എല്ലാവരും മറ്റേ ഫ്രീ ആയിട്ട് അമ്മയെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. ഭയങ്കര ഞാൻ ആ വീട്ടിൽ പോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഹാപ്പി. പായസമൊക്കെ ഉണ്ടാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി ഫോട്ടോ കാണിച്ചു മോൻ. അടിപൊളി. ഇതിനകത്ത് 1-2 സീൻസിൽ ഒരു വൈഡ് ഷോട്ടിൽ ഈ ജഡ്ജിയെ കൊന്നത് നിങ്ങളാണോ എന്ന് ചോദിക്കുന്ന, നിങ്ങളല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കണ്ണിന്റെ ഒരു ചലനമുണ്ട്. അവിടെ ഒരു കഥ പറച്ചിലുകാരി ചില കാര്യങ്ങളെ സമർത്ഥമായി മറയ്ക്കുന്നതുണ്ട്. എന്നാൽ അതിനകത്ത് എന്തോ ഒരു ദുരൂഹതയുണ്ടോ, ഇനി ഇവളാണോ കൊന്നതെന്നുള്ള രീതിയിൽ 2 ഭാവങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു സ്പേസിലാണ്. കഥ മൊത്തം റിവീലായി കഴിയാത്തൊരു സ്പേസിലാണ്. അപ്പോൾ വൈഡാണ്, പക്ഷെ അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ സ്പേസിൽ എനിക്ക് ഭയങ്കര രസമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടൊരു സാധനം കൂടെ ഉണ്ട്. അതായത് മരുമകൻ മരിക്കുമ്പോൾ മറ്റേ ആളുടെ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറയും. പൊക്കോളാൻ പറഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ടാണ് ഷോട്ട് വെച്ചേക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ പറഞ്ഞതിൻ്റെ ഒരു ഫീലാണോന്ന് അറിഞ്ഞൂടാ, ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് പോലെ, എന്നാൽ അവിടെ നിന്ന് ഞാൻ റിലാക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഞാനിത് ലീഡ് ചെയ്യാണ് എന്നുള്ളൊരു ഫീൽ വരുന്ന 2 തരത്തിലുള്ള ഭാവങ്ങളുള്ളൊരു സാധനമുണ്ട്. ഇതൊക്കെ എത്രത്തോളം ഈ റഹ്മാൻ ബ്രദേഴ്സ് പറഞ്ഞു തന്നിട്ട് ആണ് ആ സീനിലൊക്കെ ചെയ്തിട്ട്? ഈ നമ്മുടെ സ്റ്റേജിലുള്ള ആ മൊത്തം സീക്വൻസസ് എന്താ വെച്ച് കഴിഞ്ഞാൽ റിഹേഴ്സൽ ഒക്കെ തന്നു. ആ ഒരു കാര്യത്തിലായിരുന്നു ഷിനോസിക്കും സജാസിക്കും ഏറ്റവും കൂടുതൽ എന്റെ അടുത്ത് ആ സമയത്തെ സിറ്റുവേഷൻസിനെ കുറിച്ചാണ് കൂടുതൽ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ഡിസ്കസ് ചെയ്ത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണെങ്കിലും ഒക്കെ. അപ്പൊ അവർ പറഞ്ഞത് ഇത് ശരിക്കും ഒരു നാടകം ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യണം. എന്തെങ്കിലും വന്നാൽ നമ്മൾ അതൊന്നും അധികം കട്ട് ചെയ്യാതെയൊക്കെ ഒറ്റ ഒരു ഇതിൽ തന്നെയാണ് ഫുൾ പോർഷൻ ഒക്കെ ആദ്യം പോയത്. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ആവശ്യമുള്ള പോർഷൻസിന്റെ ക്ലോസ് ഒക്കെ എടുത്തത്. അപ്പൊ ശരിക്കും നമ്മൾ തിയേറ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ ചെയ്തൊരു സംഭവമാണ്. സോ സ്വാഭാവികമായിട്ടും ഒരു 2-3 ദിവസം ആ കഥയെ കുറിച്ചിട്ടും ആ ക്യാരക്ടറിനെ കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ 2 സ്ഥലത്തും അവരിങ്ങനെ ഇരുന്ന് അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വാസന്തി അങ്ങനെയായിരിക്കും, വാസന്തി ഇങ്ങനെയാണ്, വാസന്തി ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചാൽ തെറ്റാണോ എന്ന് എന്നോട്, അതായത് വാസന്തിയുടെ ഓരോ കാര്യങ്ങൾ എന്നോട് തന്നെ ചോദിക്കും. വാസന്തി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? സോ അതൊരു എന്താ പറയുക, നല്ലൊരു ക്രിയേറ്റീവ് സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് അതിനു മുമ്പ് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അപ്പൊ വാസന്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റോ ശരിയോ എന്ന് ആദ്യം എന്നോട് ചോദിച്ച് എനിക്ക് എന്താണ് അതിൽ തോന്നുന്നതെന്ന് മനസ്സിലാക്കി അങ്ങനെയൊക്കെയാണ് ആ ഒരു യാത്ര പോയത്. അപ്പൊ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പല സാധനങ്ങളും എനിക്ക് തോന്നുന്നത് വേണം വെച്ചിട്ട് നമ്മൾ ആ സമയത്ത് എക്സ്പ്രഷൻ ഇടാൻ വേണ്ടിട്ട് ചെയ്തതായിരിക്കില്ല. ഇത് ഉള്ളിൽ ഇങ്ങനെ ആ കഥയും ആ ക്യാരക്ടറും അവരിങ്ങനെ ആയിരിക്കില്ലേ ചെയ്യുക എന്നൊക്കെ ഉള്ള എപ്പോഴോ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ വന്നതാവാനാണ് സാധ്യത. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഡേ 1 തന്നെയാണ് ആ സ്റ്റേജിന്റെ മെയിൻ പോർഷൻസ് എടുത്തത്. അപ്പോൾ നമ്മളൊരു 5 മണിക്ക് ഷൂട്ട് തുടങ്ങി, അതൊരു 9:30-10 മണി വരെ. അന്ന് ഇവരാരും ഇല്ല. ഞാനുണ്ട്. രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് ഡേ ആ സ്റ്റേജിന്റെ മെയിൻ പോർഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അപ്പൊ എന്നോട് ഇങ്ങനെ അവിടെ നിന്നിട്ട് നമ്മൾ നോർമൽ ഡയറക്ടർ പറയുന്ന പോലെ ഇടയിൽ കട്ട് ആക്ഷൻ അങ്ങനെയൊന്നുമില്ല. ആ ചെയ്തോളൂ, ആ ക്രൗഡിന്റെ ഇടയ്ക്കിടെ നടന്നിട്ട് ചെയ്തോളൂ. അപ്പൊ ഞാൻ എന്റെ സമയം എടുത്താണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. എനിക്ക് എപ്പോ ഇരിക്കാൻ തോന്നുന്നു, എനിക്ക് എപ്പോ നിൽക്കാൻ തോന്നുന്നു, ബ്രീത്ത് എല്ലാം എന്റെ ഇതിലാണ്. അപ്പൊ അത്രയും ഒരു ഫ്രീഡം ആയിട്ടാണ് ആ ഒരു വാസന്തി അവരിങ്ങനെ അഴിച്ചുവിട്ടിരുന്നത്. സോ അതൊരു വേറെ തരത്തിലുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് പല കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് നമ്മൾ അറിയാതെ വന്നത്. ഈ വാസന്തിക്കൊപ്പം നടന്ന ക്യാരക്ടേഴ്സാണ് ശരിക്കും ഈ സിനിമയിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അഴിച്ചുവിട്ടിരിക്കുന്നത്. അവരൊക്കെ സ്വാതന്ത്ര്യം തേടിയിട്ട് വന്നത് വാസന്തിയുടെ അടുത്താണ്. വാസന്തിയാണ് അവരുടെയൊക്കെ ശരിക്കുള്ള സംസ്കാരം എന്താണെന്നുള്ളത് കാണിച്ചത്. ആ ജഡ്ജി പല സ്ഥലത്തും അയാളുടെ ഫ്രസ്ട്രേഷൻസ് തീർക്കുന്നുണ്ട്. കാരണം ആ കുട്ടിയോട് അയാൾ വാസന്തിയോട് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോശം ബിഹേവിയറിലൂടെ പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും അയാളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ വാസന്തി കണക്റ്റഡ് ആവുന്നതും ഡാൻസ് കളിക്കുന്നതും. ഒത്തിരി നേരം ആ ഡാൻസ് പോകുന്നുണ്ട്. ആ ഡാൻസിൻ്റെ ഇടയിൽ അയാൾ പറയുന്നുണ്ട്, പല ഡയലോഗ്സ് പറയുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, കല്യാണത്തെക്കുറിച്ച്. കല്യാണവും ഈ പരീക്ഷയും പോലുള്ള ദുരന്തങ്ങളെ അനിവാര്യമായ ദുരന്തങ്ങളാണെന്നും അത് ഒഴിവാക്കാൻ കഴിയില്ലെന്നും, എന്നാൽ സ്വാതന്ത്ര്യത്തോടുകൂടി പരസ്പരം മനസ്സിലാക്കി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കലാണ് ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നുണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു തോട്ടാണ്. ഇത്തരത്തിലുള്ള കുറെ ഫിലോസഫീസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണോ ഉത്തരം പറയാം. ഇതിനുത്തരം പറയുന്നത് ഇല്ല, ശബരീഷ് പറഞ്ഞോളൂ. ഇത് നമ്മൾക്ക് രണ്ടും ഈ പറഞ്ഞ കല്യാണം, പരീക്ഷ. അതെ, പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മള് കല്യാണം എന്ന് പറയുന്ന കൺസെപ്റ്റ്, പരീക്ഷ എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് നമ്മൾ പരീക്ഷ നടത്തുന്നത്? പണ്ട് ബ്രിട്ടീഷുകാർ പലപ്പോഴും വിരോധം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെ, പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ആണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യുന്ന ഒരു കൂട്ടം
എന്താ കുട്ടികൾ ഇന്നും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് പണ്ട് പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്, പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഏറ്റവും മിടുക്കന്മാരെ ആവശ്യത്തിന് വേണ്ടി റാങ്കിങ് സിസ്റ്റം ഉണ്ടാക്കി അതിന്ന് എന്തോ കാര്യത്തിന് വേണ്ടി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ കല്യാണം എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്വാഭാവികമായി ഉണ്ടായി വന്നിട്ടുള്ള കാര്യമല്ലേ. അതിന്ന് കല്യാണം എനിക്കത് പിന്നെയും കൺഫ്യൂസിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. പാർട്ട്നേഴ്സായിട്ട് ഒരുമിച്ച് കല്യാണം കഴിക്കാണ്ട് ജീവിക്കുന്നവരുണ്ട്. അവര് കുടുംബമാണ്. എന്താണ് അവരും കല്യാണം കഴിച്ചവരും തമ്മിലുള്ള ഒറ്റ വ്യത്യാസം, ഒരു ഒപ്പിന്റെ വ്യത്യാസം മാത്രം. ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതെ, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ കല്യാണം കഴിക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. ലിവിങ് ടുഗദർ ആയിരുന്നു 1-2 വർഷം. അത് കഴിഞ്ഞ് കല്യാണം കഴിക്കാം എന്ന് ഞാൻ കൺവിൻസ്ഡ് ആയത്. അപ്പൊ എനിക്ക് ആകെപ്പാടെ ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, മതപരമായിട്ടുള്ള ചടങ്ങുകളൊന്നും പാടില്ല, സിഗ്നേച്ചർ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് കൺവിൻസ് ആണെന്ന് വെച്ചാൽ ശങ്കർ മിസ് കിട്ടാൻ എളുപ്പമായിരിക്കും. ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അവരൊറ്റ ലോജിക്കിലാണ് അതിൻ്റെ അകത്തേക്ക് വീണത്. അപ്പോ ഇത് രണ്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്. കല്യാണം എന്ന് പറയുന്നത് ഇറ്റ്സ് ട്രിക്കി. നമുക്ക് എന്ത് വേണമെങ്കിലും പോവാം. ഇത് രണ്ടും അനിവാര്യത എന്ന് പറയുന്നത് ഒഴിവാക്കപ്പെടാം. അതിന്റെ പക്ഷെ ഒഴിവാക്കുന്ന ആൾക്കാരെ കുറവാണ്. കല്യാണം കുറെ പേര് ഒഴിവാക്കുന്നുണ്ട്. പക്ഷെ പരീക്ഷ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അല്ല, അതാ പറഞ്ഞ അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ നല്ലതാണെന്നാണല്ലോ അയാൾ പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവാത്തൊരു കാര്യമാണ്. അത് നമുക്കിങ്ങനെ പറയാന്ന് മാത്രമേ ഉള്ളൂ. മെജോറിറ്റി ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോ ഒരു മൈനോറിറ്റി പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോ അത് മാറ്റങ്ങള് വരാം. ഇപ്പൊ നമ്മൾ റാങ്കിങ് സിസ്റ്റം മാറ്റി അതേപോലെ തന്നെ ഇരിക്കുന്ന മറ്റേ ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് വന്നല്ലോ. കുറച്ചൊക്കെ മാറിയെന്ന് നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്. അതേപോലെ വാസന്തിയാണ് ശരിയെന്ന് അയാൾ അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ശരി, നീ മാത്രമേ ശരിയുള്ളൂ. അതിന്റെ മിക്സിംഗ് സമയത്ത് ആ സമയത്ത് മ്യൂസിക് ഭയങ്കരമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. ഈ ഡാൻസിന്റെ ഇടയ്ക്ക് ഇവരുടെ ഒരു ഉന്മാദിയെ പോലെ ഡാൻസ് കളിക്കുന്ന ഒരു സ്പേസിലാണ്. അപ്പൊ മ്യൂസിക് ഇങ്ങനെ ത്രൂ ഔട്ട് പോകുന്നുണ്ട്. പക്ഷെ ഈ ഡയലോഗ് വീണു പോകരുത്. അപ്പൊ നീയാണ് ശരിയെന്ന് പറയുന്നത്. പക്ഷെ ആ നീയാണ് ശരി എന്നുള്ള സാധനം കേൾപ്പിക്കുന്നുമുണ്ട്. അപ്പൊ എനിക്ക് ആ സമയത്തുള്ള ആ മിക്സിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക്കിന്റെ ആംബിയൻസ് കുറച്ച് കഴിഞ്ഞ് ചിലപ്പോ ഇതിന്റെ ഒരു ടെമ്പോ നഷ്ടപ്പെടും. കാരണം വാസന്തി അവിടെ ഭയങ്കര രസമായിട്ട് ഇടിച്ചിടിച്ച് ഡാൻസ് കളിക്കും. ഡാൻസ് ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്തോ? അതിന് മുൻപ് അവര് സംസാരിക്കുന്ന പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു നമ്മള് 2 ദിവസമായിട്ട് എടുത്തത്. എല്ലാരെയും പിടിച്ച് പുറത്താക്കിയിട്ട് ഇവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമ കണ്ടപ്പോ ഇഷ്ടപ്പെട്ട പോർഷൻ ആ ഒരു പോർഷനാണ്. ക്ലൈമാക്സ്, ആ ഒരു ക്ലൈമാക്സിലേക്കുള്ള വാസന്തി ഒരു പീക്കിലേക്ക് എത്തുന്ന ഒരു പരിപാടി. ശരിക്കും ഒരു സൈക്കോസിന്റെ ശരിക്കും ചില റിയൽ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കും അങ്ങനെ എല്ലാം അങ്ങനെ ആവാൻ. പക്ഷെ ചില സമയത്ത് നമുക്കത് പറ്റില്ല. അപ്പൊ ഇവിടെ എനിക്കും അതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കണം, ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഡ്രസ്സ് അങ്ങനെ ആവില്ലേ, എന്റെ മുടി ഇങ്ങനെ ആവില്ലേ, ഞാൻ ചിരിക്കുമ്പോ എന്റെ മോള കാണില്ല, അങ്ങനെ ഭയങ്കര ഇൻസെക്യൂരിറ്റീസ്. പിന്നെ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഡാൻസ് ചെയ്യുമ്പോ ഭയങ്കര നീറ്റ് ആയിട്ടല്ലേ ചെയ്യണ്ടേ. ഡാൻസർ ആണല്ലോ, അപ്പൊ ഡാൻസറുടെ കോൺഷ്യസ്നെസ് പെട്ടെന്ന് വരും. ഇത് എന്താ ഡാൻസ് നിങ്ങൾ എന്നോട് ചെയ്യാൻ പറയണത്? ഇവര് പറയുന്നു, ശബരീച്ച് പറയുന്നു, സുനിത ചേച്ചി അവിടെ നിന്ന് പറയുന്നു. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പുറത്തേക്കൊക്കെ പോയിട്ട് പറഞ്ഞു അത് അങ്ങനെയല്ലേ, ഇത് ഡാൻസ് ആയിരുന്നു, മറ്റതാണ്. അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ലാസ്റ്റിലേക്ക് അതിലേക്ക് എത്തുന്നത് ഒരു നല്ല രീതിയിലാണ് നമ്മൾ എത്തിയത്. പക്ഷെ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നത് ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ എന്റെ കോൺഷ്യസ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ അത്രയും ഭംഗി വരില്ല. ഞാൻ എപ്പോഴും സാരി ഇങ്ങനെ കയറ്റി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും അത് അഭിനയമാണ്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യുന്നതിന്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിട്ട് കുറെ എഫേർട്ട് എല്ലാവരും ചേർന്നെടുത്തു. അതൊരു ഇത്രയും പേര് പറയേണ്ടി വന്നു. ആക്ടർ എന്ന നിലയിൽ എനിക്ക് എന്താ പറയാ, ചില ഷെല്ലുകൾ നമ്മളിങ്ങനെ പൊളിക്കുക എന്നൊക്കെ പറയുമല്ലോ, അതിനൊക്കെ നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു. നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കും ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. സുഹൃത്തുക്കളാണ് ചെയ്തതെങ്കിലും നമ്മളിപ്പോ ഫിലിം ഇൻഡസ്ട്രിയിൽ ചെന്നിട്ട് ഈ പറയുന്ന പോലെ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ മാറിയിരിക്കും, ഈ പറയുന്ന പോലെ കാരവനിലായിരിക്കും, ഷോർട്ടിന്റെ ടൈം ആകുമ്പോൾ ഇറങ്ങും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഈ വാസന്തി ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ഫുൾ അവിടെ ഉണ്ട്, ലൊക്കേഷനിൽ ഫുൾ ടൈം. ആ കോളനിയിൽ ഷൂട്ട് എടുക്കാൻ പൂര വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വെയിലും കൊണ്ട് ആ കോളനിയുടെ സൈഡിൽ ഞങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഒരു റീകോൾ ആയിരുന്നു. കാരണം നമ്മൾ ഇവിടുത്തെ ഡിഗ്രി പഠനത്തിന് ശേഷം ഞാൻ അൽഫോൺസ് ചെന്നൈയിലേക്ക് പഠിക്കാൻ വേണ്ടി പോയി, SI എന്ന് പറയുന്ന സ്കൂൾ ഓഫ് ഓഡിയൻസ്. അപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിരുന്നു. അപ്പോൾ ആ മൂടായിരുന്നു വാസന്തി ചെയ്യുമ്പോൾ. അത് നമുക്ക് കുറെ കാലത്തിന് ശേഷമാണ് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കുക, നമ്മൾ തന്നെ പ്രൊഡ്യൂസേഴ്സ്, നമ്മൾ തന്നെ വളരെ മിനിമൽ ക്രൂ ആണ്. എല്ലാവർക്കും പരിപാടികൾ അറിയാം.
വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പരിപാടികൾ വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവും എല്ലാവർക്കും എന്താണെന്നുള്ളത്. അതല്ലാതെ ഇപ്പൊ ഒരു ഡയറക്ടർക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എല്ലാ പരിപാടികളും ചെയ്യുന്ന പരിപാടികൾ. ഒരു ബഹളമില്ല മൊത്തത്തിൽ അങ്ങനെയായിരുന്നു. അതിന് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഷോർട്ട് ഫിലിം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. നമ്മളൊരു 4 മാസം എടുത്തു ഇത് മൊത്തം ഷൂട്ട് ചെയ്യാനായിട്ട്. ഓരോ മാസം 22 ദിവസമാണ് ടോട്ടൽ എടുത്തത്. ബ്രേക്ക് ചെയ്ത് പക്ഷെ ആ 4 മാസം അങ്ങനെയായിരുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് എല്ലാം ചെയ്തിരുന്നത്. വാസന്തിയുടെ ഒരു ലിബറേഷനും കൂടെ അവിടെ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ഒക്കെ സ്വാതന്ത്ര്യം തേടുന്ന വാസന്തി സ്വയം സ്വാതന്ത്ര്യം തേടുന്നതും ആസ്വദിക്കുന്നതായിട്ടുള്ള ഒരു സീനിലേക്കാണ് എത്തുന്നത്. ഭയങ്കര രസമുള്ള സാധനമായിരുന്നു. നിങ്ങളുടെ അല്ലാത്ത സിനിമകളെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല. 1-2 കാര്യം ചോദിക്കാം. മാമൻ എനിക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരു തെലുങ്ക് സിനിമ അതെ അപ്പോൾ നിങ്ങൾ തമിഴിൽ നിന്ന് തുടങ്ങിയിട്ട് വീണ്ടും തമിഴിലേക്ക് കൂടുതൽ പോവാണോ, തെലുങ്കിലേക്കൊക്കെ പോവാണോ? അതറിയില്ല. എന്റെ ഒരു ഇത് യാത്ര നോക്കുമ്പോ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം തമിഴ് ചെയ്തപ്പോൾ ഞാൻ അവിടെ ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചു, ഒന്നും ആയില്ല. തിരിച്ചു വന്നു മലയാളത്തിൽ സംഭവം എന്ന് വിചാരിച്ചു, ഒന്നും ആയില്ല. സീരിയലില് കയറി അവിടെ നല്ല മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു. പെട്ടെന്ന് ഇതേ കട്ടപ്പന ഇടയിൽ എപ്പോഴോ പെട്ടെന്ന് കട്ടപ്പന വന്നു. അപ്പൊ സിജുവിനെ കണ്ടു. വാസന്തി സംഭവിച്ചു. വാസന്തി ഭയങ്കര ഒരുപാട് നല്ല കാര്യങ്ങൾ ഇടയ്ക്കൊരു ചതുരം നോട്ടബിൾ ആണ്. വാസന്തി കഴിഞ്ഞിട്ടാണ് അതിന്റെ സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്തപ്പോഴാണ് സിദ്ധുവേട്ടൻ ഈ കുട്ടി ഇത് ആരാണെന്ന് അന്വേഷിച്ച് വന്നത്. വാസന്തി കണ്ടൊന്നുമില്ല, ഇങ്ങനൊരു പുതിയ ആൾ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയത്. വാസന്തിയുടെ ഈ പിക്ചർ കണ്ടിട്ടാണ് ലബ്ബർ പന്തിലെ ഡയറക്ടർ എന്നെ വിളിച്ചത്. ആള് വാസന്തി സിനിമയൊന്നും കണ്ടില്ല, പക്ഷെ നമ്മൾ യൂട്യൂബിൽ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോ ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ടാണ് എന്നെ വിളിച്ചത്. അതെനിക്ക് വേറെ ഒരു ലൈഫാണ് തന്നത് ലബ്ബർ പന്ത്. അങ്ങനെ അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല, എന്തായാലും ഇപ്പോ തെലുങ്ക് ചെയ്തു, തമിഴ് ചെയ്തു. വീണ്ടും അവിടെ തന്നെയാണോ ഇവിടെയാണോ ഒന്നും അറിയില്ല. ഞങ്ങൾ തമ്മിൽ ശരിക്കും ഞാൻ ആദ്യം ശ്വാസികനെ കാണുന്നത് ചെന്നൈയിലാണ്. നേരത്തിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് ചെന്നൈയില്. അപ്പൊ എനിക്ക് ലാസ്റ്റ് പാക്കപ്പ് ഡേ എനിക്ക് കൂടാൻ പറ്റിയില്ല. കാരണം എനിക്കിവിടെ ജസ്റ്റ് ഫൺ ചുമ്മാ നമ്മുടെ TV സീരീസ് അപ്പത്തേക്ക് എനിക്ക് കിട്ടിയിട്ട് ഞാനത് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നേക്കാണ്. അപ്പൊ ആ പോരുന്ന ടൈമിൽ ഞാൻ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് അന്ന് അവിടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആ ബസ്സിൽ ശ്വാസിക ഉണ്ടായിരുന്നു. അന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ സിനിമകൾ ഉണ്ടെങ്കിൽ പറയൂന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ നമ്മൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്തില്ല. സിനിമ പറഞ്ഞു വാസന്തി. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവര് ഫ്രണ്ട്സ് ആണ്. ഇവര് പ്രേമത്തില് നേരത്തില് പിന്നെ അതിനു മുമ്പ് ഞാൻ അൽഫോൺസ് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് വീഡിയോ സ്റ്റോപ്പ് മോഷൻ വിജയ് സേതുപതിയൊക്കെ ഉള്ളത് സ്റ്റിൽസ് വെച്ചിട്ടുള്ള പരിപാടി. അത് ചെയ്യാനായിട്ട് ഞാൻ ചെന്നൈയിലേക്ക് പോവാം. അപ്പൊ ഇവന്മാരോടെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. സ്റ്റൈൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ബാക്കി അപ്പൊ അന്ന് സൗണ്ട് എഞ്ചിനീയറിംഗ് പരിപാടി ചെയ്തോണ്ടിരിക്കും. ഞാനിപ്പോ കേറി ഞാൻ പിണ്ണേത്താണ്ടി വരുകയാണ് എന്റെ ആദ്യത്തെ പടം. അപ്പൊ ഞാനും ഷറഫും ഇവിടുന്ന് ചെന്നൈക്ക് പോയേക്കാണ് അഭിനയിക്കാനായിട്ട് ഞങ്ങൾ വിളിച്ചിട്ട്. ഞാൻ ഷറഫെന്ന് ഇവിടെ ഇതിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ടാറ്റയില്. നിന്നെ ഒന്നാണ് പരിചയപ്പെട്ടത്. ഷറഫിനെ നേരത്തെ അറിയാം. ഇവര് നേരത്തെ കണ്ടിട്ടുണ്ട്. ഇവനെ കുറിച്ചും അറിയാം. കാരണം അൽഫോൺസ് ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്റെ ഇടവകയില് 2-3 പേരുണ്ട്, നിവിൻ പോളി, ഇങ്ങനെയുള്ള ഇവർക്കൊക്കെ അഭിനയിക്കാനൊക്കെ താല്പര്യം. ആളെ കൂട്ടുന്ന പരിപാടി. അവന്റെ ഗ്യാങ് ഇങ്ങനെ സിനിമ ചെയ്യാനായിട്ട് ഒരുമിച്ച് കൂട്ടുന്ന ആളായിരുന്നു. ആളെ കൂട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താന്ന് പറയട്ടെ. അതായത് ഞാൻ കിച്ചു അൽഫോൺസ് MES കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഗോബൂസ് ആലുവ പാലസിന് തൊട്ടിപ്പുറത്തുള്ള ഗോബൂസ് സ്കൂൾ ബാർ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാണ് നമ്മൾ ചർച്ച. ഒരു വിധപ്പെട്ട ആ പ്രായത്തിലുള്ള പിള്ളേർ, ഇന്നും ഒരുപാട് പിള്ളേർ വന്നിരിക്കുന്ന ഒരു ഇതാണ്. അവിടെ നമ്മളിന്ന് സിനിമ ചർച്ച ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും പരമപുച്ഛ. വല്ല പണിയെടുത്ത് ജീവിക്കാനുള്ള പരിപാടി നോക്കണേ. അതുകൊണ്ട് ഫസ്റ്റ് പോസ്റ്റർ, നേരത്തിന്റെ പോസ്റ്റർ നമ്മൾ അവിടെ അതാണ് ഈ പലപ്പോഴും അത് പറയുമ്പോഴേ, പ്രേമം പറയുമ്പോ ഈ മലരെ നീ എന്നെ നിങ്ങളാണ് എഴുതിയെന്നുള്ളത് ചിലർക്കൊക്കെ അറിയാം. വളരെ ന്യൂനപക്ഷം. വളരെ ന്യൂനം. ആലുവ പുഴയുടെ തീരത്ത് നിങ്ങളാണ് എഴുതിയെന്നുള്ളത് പലർക്കും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ പല സമയത്തും ഈ ശബരീഷ് മറ്റേ ഈ പിസ്ത സോങ് ഒക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാവുന്നത് ഈ 2 പാട്ടുകൾ. പിസ്ത. പക്ഷെ ഞാൻ ചില സമയത്ത് നോക്കുമ്പോഴേ പല പാട്ടുകളും നിങ്ങൾ എഴുതിയതാണെന്നുള്ളതും നിങ്ങൾ പാടിയ പാട്ടുകളും മലയാളികൾക്ക് അറിഞ്ഞൂടാന്ന് പറയുന്ന ഒരു സങ്കടം ഉണ്ട് കേട്ടോ. നിങ്ങൾ ആക്ടറായതിന്റെ ചില പ്രശ്നങ്ങൾ. 5 പാട്ട് പാടിയിട്ടുണ്ട് പ്രേമത്തില്. 7 പാട്ട് എഴുതി. അത് 7 പാട്ടും പ്രേമത്തിലെ കംപ്ലീറ്റ് സോങ് എഴുതിയതാ. ഇത് മാത്രം റീല് കട്ട് ചെയ്ത് കുറെ ഓടിക്കണം. ഈ പിസ്ത ഞാൻ കേൾക്കുന്നത് നേരൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങള് സിനിമ കാണുമ്പോ ഞാൻ നിവിനുണ്ട്, കിച്ചുണ്ട്, ഞങ്ങൾ ഒരുമിച്ച്. ഇവര് ചെന്നൈയിലാണ്. അപ്പൊ ഇന്റർവെലിന് എന്തോ നിവിന് ഇത് അയച്ചു കൊടുത്തിട്ട് നിവിൻ പറഞ്ഞു സാധനം വന്നിട്ടുണ്ട്, പ്രൊമോ സോങ് സാധനം വന്നിട്ട്
അവിടെ നിന്ന് കേൾപ്പിക്കായിരുന്നു. അയ്യോ കേട്ടുണ്ട് പൊള്ളി, ഒരു രക്ഷയില്ല മിസ്ത. അത് ഭയങ്കര എനർജിയാണല്ലോ പാട്ടിന്. നമ്മള് ഈ സുറുക്കറുക്ക മുക്കാകുമ്പോഴും ഇത് നമ്മള് കണ്ടിട്ടുണ്ടെങ്കിലും ജലചേട്ടന്റെ സീൻ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് രജിസ്റ്റർ ആണ് ഇത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതാണ് ഒരു ഇത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള സമയമാണ്. അതെ 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 അതെ, അത് ഭയങ്കര രസമുള്ള. നിങ്ങൾ പക്ഷെ ആ ഇതില്ലേ ഡബിൾ ബാരലില് മറ്റേ കടുക് വറുത്തൊരു സാധനം, ഡബിൾ ബാരൽ 2 സോങ്, അത് നല്ല രസാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഭയങ്കര അത് വേറെ രസമുള്ള ഒരു പരിപാടിയായിരുന്നു. കാരണം ഞാന് ഈ പ്രേമം റിലീസായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈം, അപ്പൊ ഒരു ഏത് FM ആണെന്ന് നമുക്ക് ഓർക്കണില്ല. ഞാനപ്പം ബോംബെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്റെ വൈഫ് അന്ന് ഇത് ഗേൾഫ്രണ്ട് ആണ്, അശ്വിനി എന്നാണ് പറയുന്നത്. അശ്വിനി ആർട്ട് ഡയറക്ടറാണ് ആവേശത്തിന്റെ, ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞോളൂ. അതെ അതെ, അപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു പ്രൊമോഷൻ അശ്വിനി. അപ്പൊ വിസയ്ക്ക് വേണ്ടി കല്യാണം കഴിച്ചിട്ട് ഇടി കിട്ടാതിരിക്കാൻ നൈസായിട്ട്. അപ്പൊ ഈ പോണ പോക്കിൽ ഞാൻ FM-ന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവര് ചോദിച്ചു ഇങ്ങനെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഡയറക്ടേഴ്സ്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ എനിക്ക് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒപ്പം പിന്നെ മ്യൂസിക് ഡയറക്ടർ പ്രശാന്ത് പിള്ളയുടെ ഒപ്പം ഒക്കെ വർക്ക് ചെയ്യണം. ബോംബെയിൽ എത്തിക്കഴിഞ്ഞപ്പോ ഒരു മിസ് കോള് മെസ്സേജ്, ഐ എം ലിജോ ജോസ് പെല്ലിശ്ശേരി അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചപ്പോഴും പുള്ളി പറഞ്ഞ ഡബിൾ ബാരൽ എന്ന് പറഞ്ഞപ്പോൾ അത് പ്രശാന്ത് പിള്ളയായിരുന്നു മ്യൂസിക്കും. ഓ പ്രശാന്ത് നല്ല രസമായിട്ട് അതിന്റെ ബാക്കിങ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില സാധനങ്ങളെ കേൾപ്പിക്കുമ്പോഴേ നമുക്ക് പുള്ളി പൂനെ ബേസ്ഡ് ആണ്. സോ സൗണ്ടിങ് ടോട്ടലി ഡിഫറെന്റ് ആണ്. പുള്ളിയുടെ പാട്ടുകൾക്കും പുള്ളിയുടെ മെലഡി ആയിട്ടുള്ള ഇപ്പം സോളമനും ശോശനയും ഐക്കബറീസ, ഇപ്പൊ ഇതിനകത്ത് പുന്നാരക്കാട്ടിൽ ഇത് അത് പാടാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ്. വേറെ ഒന്നുമില്ല, വോക്കലാണ്. പിന്നെ എന്തെങ്കിലും കാറ്റോ മഴയോ വല്ല ഇട്ടാലായി വേറെ. പക്ഷെ അങ്ങനെ ആരും ചെയ്യാറില്ലല്ലോ. വളരെ ഇതല്ലേ. ഇതിനു മുമ്പ് അങ്ങനെ ഒരു റെഫറൻസ് വേണമെങ്കിൽ പറയാന്നുണ്ടെങ്കിൽ റഹ്മാൻ ചെയ്ത അതിലും ബേസ് ഉണ്ട്. അത് ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ ഇത് ഡബിൾ ബാരലിന് ഞാൻ തന്നെ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. കാരണം അത് അത്രത്തോളം തന്നെ അത് ഈ സ്പോട്ടിഫൈയിലും ഇല്ല. അത് ഈ ഏതെങ്കിലും ഒരു സോങ് ഒന്ന് പാടൂലേ ശബരീഷ്? ഈ പടത്തിലെ പാട്ട് പാടാം. ആ പടത്തിലെ പാട്ട് അതാ ഞാൻ ചോദിക്കാൻ വന്നത്. അത് ശരിക്കും അവന്റെ പേരെന്തായിരുന്നു ആർട്ട് ഡയറക്ടർ? നമ്മുടെ അഭിലാഷ് അഭിലാഷല്ലേ? അഭിലാഷാണ്. അപ്പൊ അഭിലാഷ് എഴുതി പാടിക്കൊണ്ട് നടന്നിരുന്ന ഒരു പാട്ടാണ്. അത് ഈ ക്യാരക്ടറിലേക്ക് പ്ലേസ് ചെയ്തതാണ്. അപ്പം ഇത് ഞാനിത് വായിച്ചു തന്നെ പാടിയതാണ്. അത് റെക്കോർഡിങ്ങിൽ ഞാൻ തന്നെ വായിച്ചിരിക്കുന്നത്. അത് ചെമ്പകപ്പൂപ്പാടം കൊയ്തെടുക്കാൻ പെണ്ണേ പോരാമോ, വാസന്തിയോടാ പോരാമോ, കാതിലൊരു കമ്മൽ ഞാറ്റുവേലത്തരി കാറ്റടിച്ചേ പെണ്ണാളേ. അടിപൊളി. എവിടെ ഷൂട്ട് നടക്കുന്നതിന്റെ അവൻ ചെമ്പൈ ഇങ്ങനെ പാടുന്ന പാട്ടാണ്. അപ്പം അത് പോപ്പുലർ ആയിരുന്നു. അത് ഈ ക്യാരക്ടറിലേക്ക് പ്ലേസ്. കാരണം പോരാമോ വരാമോ പെണ്ണാളെ ചേർന്ന് പോകും. അത് കേട്ട് മറ്റേ പുള്ളിക്ക് ഇറിറ്റേഷൻ ഉണ്ട്. പുള്ളി അപ്പുറത്ത് കള്ളു കുടിച്ചോണ്ടിരിക്കും. അതെ അതെ അതെ. പക്ഷെ ആ ടെറൈനുമായിട്ട് നല്ല യോജിക്കുന്ന സാധനമായിരുന്നു. 19ാം നൂറ്റാണ്ട് കഴിയുമ്പോൾ സിജു ഒരു പ്രത്യേക സ്പേസിലേക്ക് എത്തുമെന്നാണ് വിനയൻ സാർ പ്രതീക്ഷിച്ചിരുന്നത്. ഇടയ്ക്ക് ഞാനും പ്രതീക്ഷിച്ചിരുന്നു പ്രത്യേക സ്പേസിലേക്ക് എത്താറായിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അല്ല എവിടെ ഇങ്ങനെ പ്രത്യേക സ്പേസിലേക്ക് എത്തിയിട്ടൊന്നും കാര്യമില്ലെന്നുള്ളത് മനസ്സിലായി. ഓരോന്നോരോന്നാണ് നമ്മള് ആ സ്പേസിൽ മാത്രമായി ഇപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകും. ഭൂമിയുള്ള കഥാപാത്രങ്ങളും കാര്യങ്ങളും ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് പ്രത്യേക സ്പേസിലേക്ക് വേണ്ടല്ല. അല്ല ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തി വലിയ വലിയ സിനിമകൾ തന്നെ വെച്ച് ചെയ്യുന്നുള്ളൊരു പരിപാടി ആലോചിച്ചിട്ടാണ് സാറ് അങ്ങനെ വിചാരിച്ചത്. ഞാനും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തി കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു പ്രിവിലേജ് ഉണ്ട് നമുക്ക്. നല്ല വലിയ ബഡ്ജറ്റിലെ സിനിമകളും വലിയ കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ എന്താ പറയാ, അതിനുള്ള റൈറ്റ് ടൈം ആയിട്ടുള്ളതെന്ന് ഞാൻ ആ സമയത്ത് വിചാരിച്ചു. ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ബാക്ക് ടു ബാക്ക് സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ജേണി. അപ്പൊ ഞാനും പ്രിപ്പയർഡ് ആണല്ലോ. പ്രത്യേക സ്പേസ് അല്ല, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഷോൾഡർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് ഞാൻ എത്തണം. അപ്പൊ ഞാൻ അതിന് എക്സ്പീരിയൻസ് നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. പഠിച്ചു പോകാന്നുള്ളതാണ് ആലോചിക്കുന്നത്. പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചപ്പോ പഠിച്ചു പോകാൻ പറ്റില്ല. എപ്പോഴെങ്കിലും പഠിച്ചെങ്കിലും കയറാൻ ശ്രമിക്കട്ടെ. അന്ന് കാണാപ്പാടല്ലേ.
പഠിച്ചെങ്കിലും കയറാൻ ശ്രമിക്കട്ടെ. എത്തും. പക്ഷേ വാസന്തിയുടെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എനിക്കൊക്കെ അഭിമാനം തോന്നുന്നു ആ സിനിമ കണ്ടപ്പോൾ. ഏതായാലും അങ്ങനെ ഒരു ഭയങ്കര സിനിമ. അനുഭവം, കാരണം അഭിമാനം. കാരണം എൻ്റെ ഫാദറിന്റെ പേരിലാണ് ആദ്യത്തെ പ്രൊഡക്ഷനാണ്. ഇപ്പോൾ ഫാദർ ഇല്ല, ഫാദർ മിസ്സിംഗ് ആണ്. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് മരിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയുക, എൻ്റെ ഷോൾഡറിലായിരുന്നു ഫാമിലി മൊത്തം. സിസ്റ്ററുണ്ട്, മമ്മി ഉണ്ടെങ്കിലും. ഇപ്പം ഞാൻ ഈ സിനിമ എന്ന് പറയുന്ന ഇതിൻ്റെ പുറകെ നടന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫാമിലിയിൽ നിന്ന്. എല്ലാവരും ഭയങ്കരമായിട്ട്, അതായത് വീട്ടിലെ ആൺകുട്ടിയാണ്, എപ്പോഴും ആൺകുട്ടിയാണ്, വീട് നോക്കണ്ടേ എന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നഴ്സിംഗ് പഠിച്ചിട്ട് പിന്നെ സിനിമയുടെ പുറകെ നടക്കുന്ന എത്തിപ്പെടോ എന്താ ഒന്നറിയില്ല. അന്നത്തെ പോലെയല്ലോ, ഇന്നത്തെ പോലെ അല്ല. അന്ന് ഭയങ്കരമായിട്ട് സിനിമ എന്ന് പറയുന്നത് എവിടെ നടക്കുന്ന ഒരു കാര്യം അറിയാൻ പാടില്ല. അപ്പം അത്രയും കൺസേൺഡ് ആയിരുന്നു ഫാമിലി. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ പറയുന്ന പോലെ വേറെ പണിക്കോ അല്ലെങ്കിൽ പഠിച്ച പണി ചെയ്യും എന്നുള്ളൊരു പരിപാടിയിലേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ സിനിമയിലേക്ക് എത്തി. അപ്പോൾ ആദ്യമായിട്ട് ഫാദറിൻ്റെ പേരിലൊരു പ്രൊഡക്ഷൻ്റെ ഇതിൽ ചെയ്തിട്ട് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് ഫസ്റ്റ് ഡെബ്യൂ പ്രൊഡക്ഷന് കിട്ടുകയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര 3 അവാർഡുണ്ട്. ആക്ച്വലി 4 അവാർഡുണ്ട്. നമ്മുടെ കളറിസ്റ്റ് തന്നെയാണ് ലിജു, പുള്ളിക്കും അന്നത്തെ അവാർഡുണ്ട്. ഷെയർ അതെ, ഷെയർ ആയിരുന്നു. അത് നമ്മുടെ ഇതില് എന്താ പറയാ, നോട്ട് ചെയ്യാൻ വിട്ടുപോയി തോന്നുന്നു, അങ്ങനെ എന്തോ ഇതിൽ. പക്ഷെ ദാറ്റ്സ് ഓക്കെ. നമ്മൾ ആ 3 അവാർഡ് കിട്ടിയാൽ തന്നെ ഭയങ്കര ബെസ്റ്റ് മൂവിക്ക് കിട്ടി നമുക്ക്. സ്ക്രീൻ പ്ലേക്ക് കിട്ടി. സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റ്. അത് അന്ന് ബിരിയാണി കൂടി ഉണ്ട്. അതെ അതെ അതെ. കനിയുണ്ട്, ഇവളും തമ്മിലായിരുന്നു മത്സരം. രണ്ടുപേർക്കും ഒരുമിച്ച് ഷെയർ ചെയ്ത് കൊടുത്താണ്. കാരണം കൊടുക്കാണ്ടിരിക്കാൻ പറ്റാത്ത, കാരണം എല്ലാവരും ഇപ്പോൾ സലീം അഹമ്മദ്, അതുപോലെ തന്നെ എബ്രിഡ് ഷെൻ, ഇവരൊക്കെ ഉണ്ടായിരുന്നു പാനലിൽ. ഇവരൊക്കെ പടം കണ്ടിട്ട് വിളിച്ചിട്ടുണ്ട്. VKP ഇവരൊക്കെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചായിരുന്നു ആ സിനിമ കണ്ടിട്ട്. ഞാനും അതാണ് കുറച്ച് കൂടുതൽ സംസാരിച്ചത്. എനിക്കും സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ കണ്ടു, നിങ്ങൾ നേരത്തെ കണ്ടതുകൊണ്ടാണ് നിങ്ങൾ പലതും മറന്നു. ഒരുപാട് പേര് കണ്ടിട്ടില്ല, കാരണം തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അവാർഡ് കിട്ടി. പക്ഷേ എന്നാൽ യൂട്യൂബിൽ ഇട്ടപ്പോൾ കുറച്ച് പേര് കണ്ടിരുന്നു. കണ്ടിരുന്നു. അപ്പൊ തിയേറ്ററിൽ ആ ടൈമിൽ കോവിഡ് ആയിരുന്നു, തിയേറ്ററൊക്കെ ക്ലോസ് ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്, തിയേറ്റർ വാച്ച് റിമൈൻഡ് ചെയ്യുന്ന സാധനം തന്നെ. വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര രസം. ഞാൻ പ്രിവ്യൂ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഈ ഇതിന്റെ സംവിധായകർ സുഹൃത്തുക്കളാണ്, ഷിനോസും സജാസും. അവന്മാർക്ക് ഈ മറ്റേ ഭയങ്കരമായിട്ട് ഈ ഷിനോസും സിജുവും LKG തൊട്ട് ഒരുമിച്ച് പഠിക്കുന്ന ഷിനോസും ഞാൻ LKG തൊട്ട് ഒരുമിച്ച് പഠിക്കുന്ന ഞങ്ങള് സ്കൂളിലൊക്കെ ഒരുമിച്ചായിരുന്നു. ഇവന്മാർക്ക് ഈ അധിക ചെലവ് അങ്ങനത്തെ പരിപാടികളൊന്നും താല്പര്യമില്ല. അപ്പൊ ഞാനിത് എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്തു, ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. ഇത് ഇതിൽ വർക്ക് ചെയ്ത് എല്ലാവരും ഇരുത്തി കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു പ്രിവ്യൂ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു PVR-ൽ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും സിനിമയിലുള്ള ആൾക്കാരും എല്ലാവർക്കും ഞാൻ ഒരു ഫുൾ വലിയ സ്ക്രീനിൽ, സിൽവർ സ്ക്രീനിൽ കാണിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളന്ന് വലിയ സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അത് വലിയ സ്ക്രീനിൽ കാണാൻ പറ്റിയ ചേട്ടൻ പറഞ്ഞില്ലേ കുറെ ഡീറ്റെയിൽ, അതൊക്കെ വലിയ സ്ക്രീനിൽ അങ്ങനെ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉണ്ട്. എല്ലാവരും ഒക്കെ അവാർഡ് സിനിമ എന്ന് പറഞ്ഞ ഓഫ് ബീറ്റ് മൂവി വേറൊരു കാറ്റഗറിയിലേക്ക് ആക്കും. പക്ഷെ ഈ സിനിമ കാണുമ്പോൾ ആർക്കും അങ്ങനെ ഒരു ലാഗോ അല്ലെങ്കിൽ അയ്യോ എന്താ ഇത് നീങ്ങാത്ത കഥ നീങ്ങാത്ത അങ്ങനെ ഒരു ഫീൽ ഉറപ്പായിട്ടുണ്ടാവില്ല. ആ സമയത്ത് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് സിനിമകൾ കണ്ടിട്ട് ഈ സിനിമ കണ്ടിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞതിന്റെ ഫോമും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമുണ്ടെന്നുണ്ട്. നോൺ ലീനിയർ പാറ്റേൺ എന്നത്തേക്കായത് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റാം. ഓഗസ്റ്റ് 28 മനോരമ മാക്സിൽ റിലീസ് ചെയ്യണം, സ്ട്രീം ചെയ്ത് തുടങ്ങും. അപ്പോൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എല്ലാവരും കാണണം എന്നാണ്. കാരണം സ്വാസികയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി എല്ലാവരും കാണണം. കാരണം സ്വാസിക അവാർഡ് കിട്ടി. സ്വാസിക എന്ന ഉന്മാദിയെ കാണാൻ നിങ്ങൾ ഈ സിനിമ കണ്ടേ പറ്റും. ഈ സിനിമ കുറെ ചോദ്യങ്ങൾ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും അല്ല, ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കമന്റുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ചോദിക്കുന്നു, അത് ഇവര് ചെയ്തത് ശരിയാണോ, അല്ലെങ്കിൽ വാസം ചെയ്തത് ശരിയാണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പേര് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഈ കമന്റുകൾ കണ്ടിട്ട് ഞാൻ ഉമ്മാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഷിനോസിന്റെ അടുത്തും സജാസിന്റെ അടുത്ത് ചോദിച്ചു, എടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ വാസന്തി ഇങ്ങനൊരു ലൈഫിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനൊരു ജോലിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചല്ലോ. അപ്പൊ ഉമ്മാരുടെ അടുത്ത് പറഞ്ഞു, അതിനത് ഒറിജിനലാണെന്ന് ആർക്കറിയാം. വാസന്തി ഇപ്പൊ ഒരു നാടകത്തിൽ നിന്നിട്ട് അവൾക്ക് തോന്നിയൊരു കഥ പറഞ്ഞാണെങ്കിലോ, അവളുടെ ലൈഫായിരിക്കണം എന്നില്ലല്ലോ, അവൾക്ക് തോന്നിയൊരു കഥ പറഞ്ഞു.
അത് ശരി, അങ്ങനെ ഒരു ഇതുണ്ട്. ഈ ചോദ്യമാണ് ഫസ്റ്റ് ഞാൻ വന്നപ്പോ ഏറ്റവും അത് എന്നെ കണ്ടപ്പോ ചോദിച്ചത്, വാസന്തി ഈ ഒരു ജോലി തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് സ്വാസികയുടെ അഭിപ്രായം എന്താ? കൊച്ചിനെ നോക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി. അപ്പൊ ഞാനും സുനിത ചേച്ചിയും തറക്കും, ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തിനാ അങ്ങനെ ചെയ്യണം, വേറെ എന്തൊക്കെ ജോലിയുണ്ട്. അപ്പൊ തർക്കിച്ച് അവസാനം ഇത് ചെയ്യുന്നത് ഒരു എന്താ പറയാ, ഓരോ ആൾക്കാരുടെ സിറ്റുവേഷൻ ആണ്. സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നതാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വേർഡ് അതിൽ വരുമ്പോ എന്റെ വാസന്തിയുടെ സ്വാതന്ത്ര്യമാണ് അത്. ആ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് അത് പറ്റില്ലായിരിക്കും, അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം ഇതിലേക്ക് ഇതാണ് വാസന്തി. ഞാൻ അപ്പോഴാണ് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ചിന്തിക്കുന്നത്. കാരണം അതായത് ശരിക്കും പറഞ്ഞ വാസന്തി വന്നൊരു നാടകത്തിൽ കഥ പറഞ്ഞിട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ, അത് ഞാൻ കളക്ട് ചെയ്ത് പറയാം. അതായത് വാസന്തി ഇത് മുഴുവൻ നുണയാണ് പറയുന്നത്. ഈ നാടകത്തിനിടയ്ക്ക് ചന്തു വന്നിട്ട് പറയേണ്ടത് ഇവള് നുണച്ചാണ്, ഇവളെ വിശ്വസിക്കരുതെന്ന് പറയുന്നത്, പറഞ്ഞ എല്ലാം നുണക്കഥയാണ്. അങ്ങനെയും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ചിലപ്പോ ഉണ്ടാക്കിയ ഒരു ഫ്രെയിംഡ് ആയിട്ടുള്ള സ്റ്റോറി ആവാം. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടെന്നുള്ളത് ഞാൻ ഉമ്മരോട് ശരിയുള്ളൂ. അങ്ങനെയാണല്ലോ നമ്മള് സ്റ്റേജിൽ നിന്ന് എക്സിറ്റ് ആയി പോയിട്ടാണല്ലോ പിന്നെ റിയാലിറ്റി കാണിക്കുന്നത്. ചില എൻട്രി എക്സിറ്റും തമ്മിലുള്ള ബന്ധം കറക്റ്റ് ആയിട്ട് നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ചില സ്ഥലത്ത് മിസ്സിംഗ് ലിങ്ക്സ് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ആ ക്ലൈമാക്സിലൊക്കെ ഇവര് മറ്റേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോ ആംബുലൻസിന്റെ വണ്ടി പോകുന്നു, സൗണ്ടൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വർക്ക് നല്ല ബ്രില്യൻ വർക്കാണ്. അത് ഇവിടെ ആംബുലൻസിന്റെ ഷോട്ട് കാണിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര സൗണ്ട് വെച്ച് കണക്ട് ചെയ്ത് അങ്ങോട്ടേക്ക്. ഷിനോസിക്ക എഡിറ്ററും കൂടി ആണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾറെഡി സിനിമ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ ആളുടെ മനസ്സിൽ പല എഡിറ്റിംഗ് വേർഷനും ഓടുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ചില കാര്യങ്ങള് ആ എഡിറ്റിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ഇവര് ഭയങ്കര വ്യക്തതയോടുകൂടിയാണ് പരിപാടി പോകുന്നത്. ഇവര് തമ്മിൽ അടികൂടനാണ്. ഇങ്ങനെ ശരിയാണ്. ഇവർ ഈ ഒരു പ്രീ പരിപാടി ഉണ്ടല്ലോ, സ്ക്രീൻ പ്ലേ ലോക്ക് ആവുന്നതിന് മുമ്പുള്ള പ്രീ പരിപാടിയിലൊക്കെ ഡയലോഗ്സും അങ്ങനത്തെ പരിപാടിയിലൊക്കെ ഇവർ തമ്മിൽ തർക്കവും പരിപാടികളൊക്കെ കാണാം. നമ്മളിപ്പോ റീസെന്റ് ഒരു മൂവി ചെയ്തു, ഞാനും പിന്നെ അമീഷ യാഷിക എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു ലവ് സ്റ്റോറി പരിപാടി പോലത്തെ സംഭവമാണ്. അപ്പൊ അതും നാഷണൽ അവാർഡ് കിട്ടിയ അത് ഷറഫാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റേറ്റ് ഉണ്ട്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ശബരീഷ, ഈ മീശ എന്താ ഇങ്ങനെ മൈത്രേന് പഠിക്കുക? ഒരു ആധുനിക പൗരനാണെന്ന് തെറ്റിദ്ധരിച്ചോട്ടെ ആൾക്കാർ, കുഴപ്പമില്ല. അതൊക്കെ അല്ലല്ല, പുള്ളി മീശ എടുത്തു, ഇത് ആവശ്യം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മീശ എടുത്തു. എനിക്കൊരു ആവശ്യമുണ്ട്. പുള്ളി എന്താന്ന് വെച്ചാല് ഇത് വെച്ചിരുന്ന സമയത്ത് കുറെ പേര് കളിയാക്കിയല്ലോ. അപ്പൊ ഈ കളിയാക്കിയ സമയത്ത് എടുക്കണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇനി എല്ലാരും കളിയാക്കി കഴിഞ്ഞല്ലോ, ഇപ്പൊ മീശ എടുത്തു. ഇനിയിപ്പോ നിന്നെ മൈൻഡ് ചെയ്തോളൂ. ഫുൾ ആവശ്യം ഇവിടെയാണ്. ശബരീഷിന്റെ ആവശ്യം എന്താണെന്ന് അറിയണമെങ്കിൽ വാസന്തി വലിയ ക്യാരക്ടർ വരാനുണ്ട്, അതുകൊണ്ട് ആ ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നതാണ് എനിക്കറിയാം. ക്യാരക്ടറിന്റെ ഭാഗമായിട്ടല്ല, ഇത് ക്യാരക്ടറിന്റെ ഭാഗമായി നിന്ന് രക്ഷപ്പെട്ട് ഒരു വേറൊരു ഗെറ്റപ്പിലായിരുന്നു. ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാം ലൈറ്റ് ചെയ്തതാ. ഹൽക്കോഗനായിരുന്നു ശരിക്കും മനസ്സിലുണ്ടായിരുന്നു. റാംജി റാവുലെ ആയോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മള് സിനിമയെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് ആ സിനിമ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും റിലേറ്റ് ആവാത്തത്. എന്തായാലും ഈ പ്രൊമോഷൻസ് ഒക്കെ തുടങ്ങി കണ്ട് നിങ്ങൾ അധികം ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്തുനിന്ന് കേൾക്കാതെ തന്നെ പോയിട്ട് സിനിമ കണ്ടിട്ട് വന്നിട്ട് ഈ ഇന്റർവ്യൂ കാണണം കേട്ടോ. എൻ്റെ ഒരു അപേക്ഷയാണ്, സിനിമ തീർച്ചയായിട്ടും കാണണം. സ്വാസികയുടെ നല്ല പെർഫോമൻസ് കാണാൻ പറ്റും. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.